ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് ആയിരക്കണക്കിന് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. വാണിജ്യ സമുച്ചയങ്ങളിലും ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന ഫാർമസികളിലെ പ്രവാസികളായ ഫാർമസിസ്റ്റുകളുടെയും അവരുടെ സഹായികളുടെയും ലൈസൻസുകൾ ഇനി പുതുക്കില്ല. ഈ നിർദ്ദേശം സമയബന്ധിതമായി പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. രാജ്യത്തെ ആശുപത്രികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നതാണ് ഒമാനിലെ ഫാർമസി മേഖല. അതുകൊണ്ട് തന്നെ തീരുമാനം കൂടുതലും ബാധിക്കുന്നത് മലയാളികളെയാവും. അതേസമയം രാജ്യത്തെ ഫാർമസി മേഖലയിൽ നിരവധി സ്വദേശ ബിരുദധാരികളാണുള്ളത്. വർഷം തോറും മേഖലയിലെ ബിരുദധാരികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്വദേശികളിലെ രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയത്തിലെ ഡ്രഗ് സേഫ്റ്റി സെന്റർ ഡയറക്ടർ ജനറൽ ഇബ്രാഹിം നാസർ അൽ റഷ്ദിയാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.